ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. എവിടെയായിരുന്നു? കൊറേ കാലമല്ലോ കണ്ടിട്ട്. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. പക്ഷേ ഒരു ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതാ അവന്റെ വിജയം. അവന്റെ പഞ്ചാര വാക്ക് കേട്ട് പെണ്ണുങ്ങൾ മയങ്ങിപ്പോകും. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ്. പിടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ആണാണെന്ന് കരുതിയാ പിടിച്ചത്. ഓ, അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. അമ്പടാ ഭയങ്കര. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. നൂല് കോർക്കാനായിട്ട് സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തു. വേടനെതിരെ നിലവിൽ നേരത്തെ തന്നെ മീറ്റു ആരോപണങ്ങളും ഇതുപോലെ സ്ത്രീകളുടെ എതിരായ പരാതികളും ഒക്കെ വന്നിരുന്നു. അതിൽ ഇപ്പോഴൊരു ബലാത്സംഗ കേസായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്നലെയാണ്. പട്ടാപ്പകല് നാട് റോഡിൽ വെച്ച് ചാടി വീണ് കയറി പിടിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ചു. എന്താണ് കേൾക്കുന്നത്? ഒരു 10-35 പ്രേമം, 4 ചെറിയ ചെറിയ പീഡനങ്ങൾ, ഇത്രയൊക്കെ നിന്ന് പ്രതീക്ഷിച്ചത് തെറ്റാടാ. ഒരു യുവ ഡോക്ടറുടെ പരാതിയിലാണ് അവരെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കല. ഈ യുവ ഡോക്ടറും വേടനും തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെ 2020-21 കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. ആ പരിചയത്തിനൊടുവിൽ വേടൻ ഈ ഡോക്ടറുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ ഡോക്ടറെ ആദ്യം ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി. അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ആ ബലാത്സംഗത്തിന് ശേഷം വേടൻ ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പിന്നീട് കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് വേടന്റെ പ്രോഗ്രാമുകളുള്ള സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ ഈ ഡോക്ടറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇത് ആണുങ്ങളുടെ സ്ഥിരം പരിപാടിയാ. കാര്യം കഴിഞ്ഞാൽ കൈമലർത്തും. അപ്പൊ കാര്യം കഴിഞ്ഞ് നിൽക്കണല്ലേ, എന്നിട്ട് കൈമറത്താം. IPC വകുപ്പുകൾ പ്രകാരമാണ് വേടനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ പേര് നിന്നെ ഡിസ്മിസ് ചെയ്താലും ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു. പെണ്ണായിട്ട് ഗുസ്തി പിടിച്ചേന്. വിശദമായി തന്നെ ഈ മൊഴി പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആ മൊഴി വളരെ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഈ 376(2) റിപ്പീറ്റഡ് റേപ്പ് എന്നുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണമെന്നാണോ? ശരി, വിധി അതാണെങ്കിലോ